ഇനി നമ്മൾ എങ്ങനെ റൈറ്റ് ചെയ്യാം ടെക്സ്റ്റ് ഫയലിൽ നോക്കാം. എഗെയിൻ ഞാനൊന്ന് ഓപ്പൺ ചെയ്യുകയാണെ. എനിക്കൊരു ഫയൽ ഉണ്ടായിരുന്നു, ഞാനത് ചെയ്തത് എക്സാമ്പിൾ ഡോട്ട് റൈറ്റ്. ഞാനിങ്ങനെ ഒരു ഫയൽ എടുക്കുന്നുണ്ട്. റൈറ്റിംഗ് ഫയൽ ആവുന്ന സമയത്ത് സെയിം തന്നെ വിത്ത് ഓപ്പൺ സി യൂസേഴ്സ് ട്രൈ വൺ ഡോട്ട് എക്സ്. അപ്പോൾ ഞാൻ കൊടുക്കുന്ന പേര് ട്രൈ വൺ ഡോട്ട് എക്സ്റ്റ് ആണ്. അപ്പോൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടെ അങ്ങനെ ഒരു ഫയൽ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൽ ഓവർ റൈറ്റ് ചെയ്യും, ഇല്ലാന്നുണ്ടെങ്കിൽ പുതുതായിട്ട് അവർ ക്രിയേറ്റ് ചെയ്തോളും. ആകെ ചേഞ്ച് റീഡ് നിന്നും റൈറ്റ് നിന്നും വ്യത്യാസം എന്താണ്? ഇവിടെ ഞാൻ ഡബ്ല്യു എന്നാണ് കൊടുത്തിരിക്കുന്നത്. ഡബ്ല്യു എന്ന് പറഞ്ഞാൽ റൈറ്റ് മോഡാണ്, ആസ് എഫ്. ഇനി എന്താ ചെയ്യണേ? എനിക്ക് ഉള്ള ഫംഗ്ഷൻ എന്താ? എഫ് ഡോട്ട് റൈറ്റ്. എനിക്ക് റൈറ്റ് ചെയ്യേണ്ടത് ദിസ് ഇസ് എ ന്യൂ ലൈൻ ഓഫ് ടെക്സ്റ്റ് S1 CSE ഫയൽ കണ്ടന്റ് ഹാസ് ബീൻ ഓവർ റിട്ടേൺ. ഫയൽ ഹാസ് ബീൻ റിട്ടേൺ എന്ന് കൊടുക്കുക. ഓവർ റിട്ടേൺ വേണ്ട, ഹാസ് ബീൻ റിട്ടേൺ. പിന്നെ ഞാൻ പ്രിൻറ്റ് റിട്ടേൺ കൊടുക്കണം എന്താണെന്ന് വെച്ചാൽ എൻ്റെ ഔട്ട്പുട്ട് സ്ക്രീനിൽ ഇത് വർക്കായി, ഇത് കംപ്ലീറ്റ് വർക്കായി, കറക്റ്റ് തെറ്റൊന്നും ഇല്ല എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടായിരുന്നു ഞാൻ ചെയ്തത്. ഓക്കെ, സോ ഞാനിത് എന്ത് ചെയ്തു? ഞാൻ സേവ് ചെയ്യുന്നു. ദെൻ ഞാൻ ജസ്റ്റ് ഒന്ന് റൺ ചെയ്യുന്നു. അപ്പോൾ ഇവിടെ റിട്ടേൺ ആൻസർ വന്നിട്ടുണ്ട്. എന്താ നമ്മൾ ചെയ്യേണ്ടത്? പോയി നോക്കി പുറത്ത് പോകണം. കാരണം എന്താ? എനിക്കെവിടെയും കാണാൻ പറ്റില്ല. കാരണം ഇത് ഫയൽ ക്രിയേറ്റ് ആവാണ്ട് കണ്ടോ, ഇവിടെ ഒരു ട്രൈ വൺ എന്ന് പറഞ്ഞ പുതിയ ഫയൽ വന്നു. ഞാൻ പറഞ്ഞ സാധനം റിട്ടേൺ ആയി വന്നു. അതായത് ഞാൻ കൊടുത്ത സാധനം ഡയറക്റ്റായിട്ട് അത് റിട്ടേൺ ആയി അതിലെഴുതി റിട്ടേൺ എന്ന് പറഞ്ഞാൽ എഴുതിയതിൽ. ഓക്കെ, ഇനി ഞാൻ വേറെ ഒന്നുകൂടി കാണിച്ചു തരാം. അതിൽ ജസ്റ്റ് ഒരു ചേഞ്ച് വരുത്തുവാണ്. ഈ എഫ് ഡോട്ട് റൈറ്റ് മാറ്റി ഇത് പ്രിൻറ്റ് റിട്ടേണും. ഓക്കെ, പ്രിൻറ്റ് റിട്ടേൺ അപ്പൻഡ് എന്ന് കൊടുക്കാം അല്ലേ? അപ്പൻഡ് ആക്കാം. അപ്പൻഡ് കൊടുത്തു. ഞാൻ ഇതിന് പകരം എ ആക്കി. ഓക്കെ, ഇനി ഞാൻ ജസ്റ്റ് കൊടുക്കുകയാണ്. ജസ്റ്റ് എ ട്രൈ എന്ന് പറഞ്ഞ് കൊടുത്തു. ജസ്റ്റ് സേവ് ചെയ്യുന്നു. ഓക്കെ, ജസ്റ്റ് റൺ ചെയ്യുന്നു. എൻ്റെ സ്ക്രീനിൽ അപ്പൻഡ് എന്ന് വന്നു. നമുക്ക് നോക്കി നോക്കാം നമ്മൾ പറഞ്ഞ സാധനം ലാസ്റ്റിൽ അപ്പൻഡ് ആയിട്ടുണ്ടോ. നമ്മുടെ പഴയ ഫയലിൽ തന്നെ ഉണ്ട്. ജസ്റ്റ് ട്രൈ വന്നു കണ്ടോ, അറ്റത്ത് എവിടെയാണോ നിർത്തി വെച്ചിരുന്നത് അവിടെ ജസ്റ്റ് ട്രൈ എന്ന് അപ്പൻഡായി വന്നു. അപ്പോൾ റീഡിങ് എങ്ങനെയാണ്, റൈറ്റിംഗ് എങ്ങനെയാണ്, അപ്പൻഡ് എങ്ങനെയാണെന്ന് ടെക്സ്റ്റ് ഫയലിൽ മനസ്സിലായി എന്ന് വിശ്വസിക്കണം.